കാർഗിൽ വിജയ് ദിന ക്വിസ്. നമസ്കാരം സുഹൃത്തുക്കളെ. ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായൊരു അധ്യായത്തിന്റെ ഓർമ്മ പുതുക്കലാണ് കാർഗിൽ വിജയ് ദിവസം. 1999 നമ്മുടെ മാതൃഭൂമിയുടെ ഒരിഞ്ച് മണ്ണുപോലും ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് പോരാടിയ ഇന്ത്യൻ സൈന്യത്തിന്റെ വീരഗാഥ. ഇന്ന് കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അറിവുകൾ പരിശോധിക്കാനായി 30 പ്രധാന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു സ്പെഷ്യൽ ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലെ അവസാനത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. അതിന്റെ ഉത്തരം നിങ്ങൾ വേണം കമന്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1. ചോദ്യം: ഏത് വർഷമാണ് കാർഗിൽ യുദ്ധം നടന്നത്? ഉത്തരം: 1999. 2. ചോദ്യം: കാർഗിൽ വിജയ് ദിവസം എന്നാചരിക്കുന്നു? ഉത്തരം: ജൂലൈ 26. 3. ചോദ്യം: കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം: അടൽ ബിഹാരി വാജ്പേയി. 4. ചോദ്യം: ഇന്ത്യൻ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറിയ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഉത്തരം: ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ്. 5. ചോദ്യം: കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ വ്യോമസേന എയർഫോഴ്സ് നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഉത്തരം: ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സേഫ്റ്റ് സാഗർ. 6. ചോദ്യം: യേ ദിൽ മാംഗേ മോർ, യേ ദിൽ മാംഗേ മോർ എന്ന പ്രശസ്തമായ യുദ്ധമുദ്രാവാക്യം മുഴക്കിയ കാർഗിൽ യുദ്ധത്തിലെ ധീര രക്തസാക്ഷിയാര്? ഉത്തരം: ക്യാപ്റ്റൻ വിക്രം ബത്ര. 7. ചോദ്യം: ക്യാപ്റ്റൻ വിക്രം ബത്രയ്ക്ക് മരണാനന്തരമായി ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ഏത്? ഉത്തരം: പരമവീര ചക്രം. 8. ചോദ്യം: കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ നാവികസേന നേവി അറബിക്കടലിൽ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? ഉത്തരം: ഓപ്പറേഷൻ തലവാർ. ഓപ്പറേഷൻ തൽവാർ. 9. ചോദ്യം: കാർഗിൽ യുദ്ധം എത്ര ദിവസത്തോളം നീണ്ടുനിന്നു? ഉത്തരം: ഏകദേശം 60 ദിവസം. 10. ചോദ്യം: കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരമവീര ചക്രം ജേതാവ് ആരാണ്? ഉത്തരം: ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ്. 11. ചോദ്യം: കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യയുടെ പ്രതിരോധമന്ത്രി ആരായിരുന്നു? ഉത്തരം: ജോർജ് ഫെർണാണ്ടസ്. 12. ചോദ്യം: യുദ്ധം നടന്ന കാർഗിൽ പ്രദേശം നിലവിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്? ഉത്തരം: ലഡാക്ക്. ലഡാക്ക്. 13. ചോദ്യം: ടൈഗർ ഹിൽസ്. ടൈഗർ ഹിൽസ് പിടിച്ചടക്കാൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിച്ച പ്രധാന ആർട്ടിലറി തോക്ക് ഏതാണ്? ഉത്തരം: ബോഫോഴ്സ് ഗൺ. ബോഫോഴ്സ് ഗൺ. 14. ചോദ്യം: കാർഗിൽ യുദ്ധത്തെ ആസ്പദമാക്കി ജെ.പി. ദത്ത സംവിധാനം ചെയ്ത പ്രശസ്ത ബോളിവുഡ് ചിത്രം ഏത്? ഉത്തരം: എൽ.ഒ.സി. കാർഗിൽ. എൽ.ഒ.സി. കാർഗിൽ. 15. ചോദ്യം: ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ജീവിതകഥ പറയുന്ന സിദ്ധാർത്ഥ് മൽഹോത്ര നായകനായ ചലച്ചിത്രം ഏത്? ഉത്തരം: ഷേർഷാ. ഷെർഷാ. 16. ചോദ്യം: ടൈഗർ ഹിൽസ്. ടൈഗർ ഹിൽസ് എന്നറിയപ്പെടുന്ന തന്ത്രപ്രധാനമായ മലനിരയുടെ ഔദ്യോഗിക നമ്പർ എന്തായിരുന്നു? ഉത്തരം: .5060. .5060. 17. ചോദ്യം: കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തലവൻ ആർമി ചീഫ് ആരായിരുന്നു? ഉത്തരം: ജനറൽ പർവേസ് മുഷറഫ്. 18. ചോദ്യം: കാർഗിൽ യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യൻ ആർമിയുടെ പ്രശസ്തമായ കമാൻഡോ വിഭാഗം ഏതാണ്? ഉത്തരം: പാരാ കമാൻഡോസ്. പാരാ കമാൻഡോസ്. 19. ചോദ്യം: യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറാൻ നടത്തിയ രഹസ്യ പദ്ധതിയുടെ കോഡ് പേരെന്തായിരുന്നു? ഉത്തരം: ഓപ്പറേഷൻ ബദർ. ഓപ്പറേഷൻ ബദർ. 20. ചോദ്യം: കാർഗിൽ യുദ്ധത്തിൽ ശത്രുക്കളുടെ ബങ്കറുകൾ തകർക്കാൻ വ്യോമസേന ഉപയോഗിച്ച മിറാഷ് 2000 വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത ലേസർ നിയന്ത്രിത ബോംബുകൾ ഏവ? ഉത്തരം: ലേസർ ഗൈഡഡ് ബോംബുകൾ. ലേസർ ഗൈഡഡ് ബോംബ്സ്. 21. ചോദ്യം: യുദ്ധത്തിൽ പങ്കെടുത്ത ധീരവനിതയായ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഗുഞ്ചൻ സക്സേന ഏതു പേരുകൂടിയാണ് അറിയപ്പെടുന്നത്? ഉത്തരം: കാർഗിൽ ഗേൾ. ദ കാർഗിൽ ഗേൾ. 22. ചോദ്യം: കാർഗിൽ യുദ്ധസ്മാരകം കർഗിൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഏത് സ്ഥലത്താണ്? ഉത്തരം: ദ്രാസ്. ഡ്രാസ്. 23. ചോദ്യം: ദ്രാസ് സെക്ടറിലെ യുദ്ധസ്മാരകത്തിൽ തെളിയിച്ചിരിക്കുന്ന അണയാത്ത ദീപത്തിന്റെ പേരെന്താണ്? ഉത്തരം: അമർ ജവാൻ ജ്യോതി. 24. ചോദ്യം: കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം: നവാസ് ഷെരീഫ്. 25. ചോദ്യം: യുദ്ധത്തിൽ കാണിച്ച അസാധാരണമായ ധീരതയ്ക്ക് പരമവീര ചക്രം ലഭിച്ച റൈഫിൾമാൻ സഞ്ജയ് കുമാർ ഏത് റെജിമെന്റിലുള്ളവനായിരുന്നു? ഉത്തരം: 13 ജമ്മു ആൻഡ് കശ്മീർ റൈഫിൾസ്. 26. ചോദ്യം: കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ പേരെന്താണ്? ഉത്തരം: കാർഗിൽ റിവ്യൂ കമ്മിറ്റി ഓഫ് കെ. സുബ്രഹ്മണ്യം അധ്യക്ഷനായ കമ്മിറ്റി. 27. ചോദ്യം: കാർഗിലിലെ അതിശൈത്യമുള്ള കുന്നുകളിൽ ഇന്ത്യൻ സൈനികർ നേരിട്ട ഏറ്റവും വലിയ പ്രകൃതിദത്ത വെല്ലുവിളി എന്തായിരുന്നു? ഉത്തരം:
-ഡിഗ്രി താപനിലയും വായുവിന്റെ കുറവും, ഹൈപ്പോക്സിയ. 28 ചോദ്യം. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ ക്യാപ്റ്റൻ ആർ. വിക്രം ഏത് റെജിമെന്റിലെ അംഗമായിരുന്നു? ഉത്തരം ആർട്ടിലറി റെജിമെന്റ്. 29 ചോദ്യം. കാർഗിൽ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചതായി പ്രഖ്യാപിച്ച തീയതി ഏതാണ്? ഉത്തരം 1999 ജൂലൈ 26. ഇനിയിതാ നിങ്ങൾക്കുള്ള അവസാനത്തെയും 30ാമത്തെയും ചോദ്യം. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചതിനുശേഷം പരമവീരചക്രം നൽകി രാജ്യം ആദരിച്ച ക്യാപ്റ്റൻ മനോജ് കുമാർ പാണ്ഡെ ഏത് ഗോർഖ റൈഫിൾസ് റെജിമെന്റിലെ ഓഫീസറായിരുന്നു? കൃത്യമായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ. അങ്ങനെ നമ്മുടെ 30 ചോദ്യങ്ങളുടെ ക്വിസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അവസാന ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അതിർത്തിയിൽ സ്വന്തം ജീവൻ ബലി നൽകി നമ്മുടെ ഉറക്കം കാത്തുസൂക്ഷിച്ച ആ ധീരയോദ്ധാക്കളെ നമുക്ക് എന്നും ഓർക്കാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.